സുഹൃത്തെയാണ് ഇപ്പം ഇവിടെ കുറേ ബോഡികൾ ഐഡൻറ്റിഫൈ ചെയ്തത്. അപ്പം അത് സ്വന്തം നാടാണല്ലേ ഇവിടെ ഉള്ളത്? ഞങ്ങൾ ജനിച്ച് വളർന്ന നാടാണ് പോയത്. എൻ്റെ അയൽവാസികൾ, ബന്ധുക്കൾ, ഫ്രണ്ടിൻ്റെ മക്കൾ, എൻ്റെ ഏട്ടത്തിൻ്റെ മക്കൾ എല്ലാതും പോയി. എങ്ങനെയായിരുന്നു ആളുകളെ തിരിച്ചറിഞ്ഞത്? എങ്ങനെയായിരുന്നു ഇവിടെ കുറേ ആളുകളെ തിരിച്ചറിഞ്ഞത്? ഒപ്പം കണ്ട് വളർന്ന നാട്ടുകാരല്ലേ. ഞങ്ങൾ പാടിയിലേനു താമസം. തൊട്ട റൂമിൽ എല്ലാവരും പോയി. പിന്നെ ബന്ധുക്കൾ പോയി. മട്ടത് താമസം. അപ്പം അമ്മോൻ്റെ മോനെ വാങ്ങി തരാം. ഞങ്ങൾ കാക്കാവിലാണ് താമസിക്കുന്നത്. ഹരിതകർമ്മസേനയിൽ 6 വർഷമായി വർക്ക് ചെയ്യുന്നുണ്ട്. ഉണ്ട്. ക്യാമ്പിലുണ്ട്. അവർക്ക് ഉമ്മാൻ്റെ ഫാമിലിയിൽ ആർക്കും വീടും കാര്യമൊന്നുമില്ല. വീട് ഇപ്പോൾ ഒന്നും നഷ്ടപ്പെട്ടില്ലെങ്കിലും ഇനി അവിടെ താമസിക്കാൻ പറ്റൂലല്ലോ. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. ഉമ്മാൻ്റെ ഏട്ടത്തിൻ്റെ മക്കൾ, പിന്നെ ഉമ്മാൻ്റെ ആങ്ങളുടെ മക്കൾ, വേറെ ഏട്ടത്തിൻ്റെ മക്കൾ, ഒരുപാട് പേര്, ചെറിയ മക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് ഒരു സാധനവും ഇല്ല. ഇപ്പോൾ ഇട്ടെടുക്കാൻ ഡ്രസ്സ് പോലും ഇല്ലാത്ത അവസ്ഥയിലാണ്. ഇല്ലാത്തൊരവസ്ഥയാണ്. ഇന്നലെ പരിചയമെല്ലാം മുസിനാത്തനെ കണ്ട്. പിന്നെ അത് ഫസ്റ്റത്തെ ഈ ബോഡി, പിന്നെ പെണ്ണാത്ത പറയും, സാറാക്കാൻ്റെ അമ്മ, ഓലെ മനസ്സിലായി. അങ്ങനെ കുറേ ആൾക്കാരെ തിരിച്ചറിഞ്ഞു. വല്ലാത്ത അവസ്ഥയാണ്. പിന്നെ ഇതിൽ നിൽക്കേണ്ട ഒരു സാഹചര്യം ആയതുകൊണ്ട് നിന്ന് പോകുകയാണ്. മാറിക്കാൻ പറ്റാതെ എൻ്റെ നാട്ടുകാരല്ലേ ഇവിടെ കിടക്കുന്നത്. അപ്പോൾ അതൊരവസ്ഥ, വല്ലാത്ത അവസ്ഥ തന്നെയാണ്. അനിയത്തി വിളിച്ചിരുന്നു താത്താനെ. അവൾക്ക് മാറാൻ പറഞ്ഞതാണ്. പക്ഷെ മാറാൻ പറ്റിയില്ല. ഓക്ക് പോലി 2 വിംസിലുണ്ട്. അളിയനും ഏട്ടത്തിയും വിംസിലുണ്ട്. അവരുടെ അവസ്ഥ വളരെ മോശമാണ്. പിന്നെ 2 മക്കളല്ലേ നഷ്ടപ്പെട്ട. എൻ്റെ മക്കളപ്പല്ല മക്കളാണ്. നമ്മൾ ചെറുപ്പം മുതൽ, എനിക്ക് 35 വയസ്സായി, അപ്പം മുതൽ കാണുന്ന മനുഷ്യന്മാരല്ലേ. ഞാൻ പറഞ്ഞാൽ എല്ലാവരോടും കൂടുതൽ ഇതാകണേ, സംസാരിക്കുന്ന ഒരാളാണ്. അപ്പം എനിക്ക് എല്ലാവരെയും പെട്ടെന്ന് അറിയാം. അത് ഓർമ്മല്ല. പിന്നെ എൻ്റെ അയൽവാസി ചേച്ചി ഉണ്ട്, സന്ധ്യ സൗമ്യ എന്ന പേര്, ഇരട്ടകളാണ്. ചേച്ചീൻ്റെ മോനെ അച്ചുവിനെ ഞാനാണ് ഓൾക്ക് മനസ്സിലാക്കി കൊടുത്തത്. ഓൾക്ക് മനസ്സിലായില്ല, ഞാനത് കാണിച്ചു കൊടുത്തത്. അച്ചു ആണെന്ന് ഉറപ്പാണ്. കഴിഞ്ഞ മാസം കൂടി ഞാൻ കണ്ടതാണ്. എൻ്റെ നാട്ടുകാരൊക്കെ 2-ാം തീയതി ഞാൻ കണ്ടതാണ്. അവിടെ മുണ്ടക്കായ്ക്ക് ഒരു കല്യാണത്തിന് പോയപ്പോൾ കണ്ടതാണ്. പിന്നെ ഈ മൂസിനാത്താൻ്റെ മോളെ കല്യാണമായിരുന്നു. പിന്നെ സെക്കിനാത്ത പറയും, ഓലെ മോളെ കല്യാണമായിരുന്നു. നിക്കാഹ് കഴിഞ്ഞ 2 കുട്ടികളതും.